Illustration 5 ആണ് ഇനി നോക്കാനുള്ളത്. നോക്കാം. Illustration 5, the following are the information. Following are the relevant pieces of information regarding Northern Limited. Production in full capacity is 2,40,000 units per year. ഒരു വർഷം 2,40,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമൽ കപ്പാസിറ്റി 1,80,000 units per year. Actual production during the financial year 2017-18 1,40,000. Actual production 1,40,000. Total fixed production overhead 72 lakhs. Total variable production overhead 35 lakhs. Revised out of 1,40,000 units produced during the financial year, 20,000 units is in the stock at the end of the year. How will be the fixed and variable overhead allocated to inventories? ഇൻവെൻട്രീസിലേക്ക് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോബ്ലവും ഓരോ പോലെയാണ്. അപ്പോൾ തിയറി പഠിച്ചതിന് ശേഷം മാത്രം പ്രോബ്ലത്തിലേക്ക് നോക്കുക കേട്ടോ. Variable overhead absorption rate equals variable production overhead divided by number of units actually produced. Variable production overhead ടെക്സ്റ്റിൽ നോക്കുക, പ്രോബ്ലത്തിൽ നോക്കുക. 35 lakhs വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണെന്ന് പോയിന്റ് നമ്പർ ഇയിൽ പറയുന്നുണ്ട്. 35 lakhs. Then number of units actually produced, actual production during the year ended 2017-18 is 1,40,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 35 lakhs ഡിവൈഡഡ് ബൈ 1,40,000 യൂണിറ്റ്സ് എന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഫിക്സഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. ഫിക്സഡ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റിനുള്ള ഫോർമുല, ഇതിൻ്റെ ഒന്നും ഫോർമുല തിയറി പാർട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ഫോർമുല എടുത്തിട്ട് പഠിക്കുക കേട്ടോ. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ നോർമൽ കപ്പാസിറ്റി. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് 72 lakhs ആണ്. അതും അവിടെ ടോട്ടൽ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞ് പോയിന്റ് നമ്പർ ഡിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 72 lakhs ഡിവൈഡഡ് ബൈ 1,80,000 നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ നോർമൽ കപ്പാസിറ്റി. നോർമൽ കപ്പാസിറ്റി 1,80,000 യൂണിറ്റ്സ് പെർ ഇയർ എന്ന് പോയിന്റ് ബിയിൽ പറഞ്ഞിട്ടുണ്ട്. 72 lakhs ഡിവൈഡ് ബൈ 1,80,000 ചെയ്യുന്ന സമയത്ത് 40 per unit എന്നും പറയാൻ 40 per unit എന്ന് കിട്ടും. ഇനി ഇത് പ്രത്യേകിച്ച് എഴുതി കാണിച്ചു തരേണ്ട കാര്യമില്ല, ടെക്സ്റ്റിൽ വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ പോയിൻറ്റ്സ് ഓരോന്നും മനസ്സിലാക്കി അതിൻ്റെ ഇക്വേഷൻസ് സൊല്യൂഷനിലാണുള്ളത്. അതിന് മുൻപ് തിയറി പാർട്ടിൽ എവിടെയും ഇല്ല, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് ഓവർഹെഡ് അലോക്കേറ്റഡ് ടു ഇൻവെൻറ്ററി will not be increased as a result of lower production by using normal production capacity to allocate fixed overhead. The overhead absorption rate equals fixed overhead plus variable overhead 25 plus rupees 40. നേരത്തെ കണ്ടുപിടിച്ചത് ആഡ് ചെയ്തു. ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്, ടോട്ടൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് rupees 65. Overall production overhead recognized as a part of cost of inventory is total overhead absorption rate into number of units. Number of units 20,000 ആണ്. 20,000 into total overhead absorption rate 65 ചെയ്യുന്ന സമയത്ത് 23 lakhs കിട്ടും. Amount of overhead expensed in profit and loss account for the year 72 lakhs plus 35 lakhs minus 13 lakhs equals 94 lakhs. ഇത് ഓരോന്നും മനസ്സിലാക്കുക. 72 lakhs എന്നുള്ളത് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡാണ്. 35 lakhs എന്ന് പറയുന്നത് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡാണ്. അവ തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം ഓവറോൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എമൗണ്ട് ഓഫ് ഓവർഹെഡ് എക്സ്പെൻസ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ. അതായത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 94 lakhs. ഓക്കെ, ഇങ്ങനെയാണ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് ഇൻവെൻറ്ററീസിലേക്ക് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് മുൻപുള്ള തിയറിയിലോ അല്ലെങ്കിൽ മറ്റു ഫോർമുലാസോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് തിയറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പ്രോബ്ലത്തിലെ ഫോർമുല എന്ത് ചെയ്യുക, പഠിക്കുക, അതിന് ശേഷം പ്രോബ്ലം ചെയ്യുക. ഇങ്ങനെ ഒരു പർട്ടിക്കുലേഴ്സ് തന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാൽ ഇത്തരത്തിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ.
ഇല്ലുസ്ട്രേഷൻ 6 നോക്കൂ. സി ലിമിറ്റഡ് ഓർഡേർഡ് 10,000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ എ at 100 per unit. The purchase price include excise duty of rupees 5 per unit. However, 100% GST credit is admissible. Freight charges are rupees 79,000. Normal transit loss is 2%, but the company actually received 9,700 units. It consumed 8,800 units in the production process. Compute the cost of inventory under Ind AS 2. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സി ലിമിറ്റഡ് 10,000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ എ എന്ന പേരുള്ള 10,000 മെറ്റീരിയൽ 10,000 യൂണിറ്റ്സ് ഓർഡർ ചെയ്തു. ഒരു യൂണിറ്റിന് 100 രൂപ വെച്ച്. പർച്ചേസ് പ്രൈസിൽ എക്സൈസ് ഡ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യൂണിറ്റിന് 5 രൂപ വെച്ച്. ഹവർ 100% ഓഫ് GST ഈസ് അഡ്മിസിബിൾ. GSTയും ഉൾപ്പെടുന്നതാണ്. ദെൻ ഫ്രൈറ്റ് ചാർജസ് ആർ 79,000 ഫ്ലൈറ്റ് ചാർജായി. കടത്തുകൂലി ഫ്രൈറ്റ്. ദെൻ നോർമൽ ട്രാൻസിറ്റ് ലോസ്, അതായത് നോർമലായിട്ട് ഇൻ ട്രാൻസിറ്റിൽ ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ലോസ് 2% വന്നിട്ടുണ്ട്. ബട്ട് ദ കമ്പനി ആക്ച്വലി റിസീവ്ഡ് ഓൺലി 9,700 യൂണിറ്റ്സ്. 10,000 യൂണിറ്റ്സ് ഓർഡർ ചെയ്തിട്ട് 2% ട്രാൻസിറ്റ് ലോസും എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 9,700 യൂണിറ്റ്സ് മാത്രമാണ്. ഇറ്റ് കൺസ്യൂംഡ് 8,800 യൂണിറ്റ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ആ 9,700-ൽ 8,800 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി കമ്പ്യൂട്ട് ചെയ്യണം. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെൻറ്ററി ഫോർ മെറ്റീരിയൽ എ. നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് ചെയ്യാൻ എത്ര കോസ്റ്റായി? 10,000 യൂണിറ്റ്സ് ഇൻറ്റു ഒരു യൂണിറ്റിന് 100 രൂപ പ്രകാരം 10,000 ഇൻറ്റു 100. 10,000 ഇൻറ്റു 100 10 lakh. ദെൻ എക്സൈസ് ഡ്യൂട്ടി അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും നേരത്തെ തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ പ്രോബ്ലത്തിൽ ഇത് ആൻസർ സഹിതം തന്നതുകൊണ്ട് തന്നെ ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു ഫോർമാറ്റായിട്ട് അവർ തന്നതായിട്ട് കണക്കാക്കി ഇങ്ങനെ തന്നെ പഠിക്കണം. ലെസ് എക്സൈസ് ഡ്യൂട്ടി 50,000. അപ്പോൾ കിട്ടുന്നത് 9,50,000 ആണ്. അതിനോടൊപ്പം ഫ്രൈറ്റ് ചാർജ് ആഡ് ചെയ്യുക. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് കിട്ടും. ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡേർഡ് 10,000 യൂണിറ്റ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നോർമൽ ലോസ് 2% ആണ്. 200 ആണ് അതിൻ്റെ നോർമൽ ലോസ്. അത് മൈനസ് ചെയ്ത് 9,200 യൂണിറ്റ്സ് ആണ്. 9,800 യൂണിറ്റ്സ് എന്ന് കിട്ടും. യൂണിറ്റ്സ് റിസീവ്ഡ്, പക്ഷേ നോർമൽ ലോസ് കഴിഞ്ഞ് ആക്ച്വലി 9,800 കിട്ടേണ്ടതാണ്. പക്ഷേ യൂണിറ്റ് കിട്ടിയത് എത്രയാണ്? 9,700. അപ്പോൾ അഡീഷണൽ ലോസ്, അതായത് അബ്നോർമൽ വേസ്റ്റേജ്. നോർമൽ ലോസ് 2% വരുള്ളൂ. അഡീഷണൽ 100 യൂണിറ്റ് കാണാനില്ല നമ്മുടെ കമ്പനിയിലെത്തുമ്പോൾ. അപ്പോൾ അതെന്താണ്? അബ്നോർമൽ വേസ്റ്റേജ് ആണ്. ദെൻ 100. Then revised cost per unit. 10,29,000 divided by 9,800. And that means 105 ആണ് റിവൈസ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 10,29,000 ആണ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുന്ന സമയത്ത് 9,800 യൂണിറ്റ്സ് ആണ് ആക്ച്വലി വരേണ്ടത്. അതുകൊണ്ടാണ് ആ ടോട്ടൽ കോസ്റ്റ് 9,800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ കയ്യിലുള്ളത് എത്രയാണ്? 9,700 നമുക്ക് കിട്ടി. അതിൽ 8,800 പ്രൊഡ്യൂസ് ചെയ്തു. ബാലൻസ് ഉള്ള 900 യൂണിറ്റ്സ് ആണ് ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണാം. അപ്പോൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽസ് 900 ഇൻറ്റു 105. കാരണം ഒരു യൂണിറ്റിന് മാർക്കറ്റിൽ ഉള്ള കോസ്റ്റ് ഇപ്പോൾ എത്രയാണ്? 105 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, 105. ഈ 105 ആണ് എന്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്? വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ അങ്ങനെ 94,500 റുപ്പിയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ദെൻ ക്വാണ്ടിറ്റി ഓഫ് അബ്നോർമൽ വേസ്റ്റിൻ്റെ എങ്ങനെയാണ് ക്വാണ്ടിറ്റി കാണുക? 9,800 ആണ് നമുക്ക് ഓൾറെഡി 2% നോർമൽ ലോസ് കഴിച്ച് ബാക്കി കിട്ടേണ്ടത് 9,800 ആണ്. പക്ഷേ കിട്ടിയിരിക്കുന്നത് 9,700 ആണ്. അപ്പോൾ അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 100 യൂണിറ്റ്സിന് വാല്യൂ ഓഫ് അബ്നോർമൽ വേസ്റ്റേജ് എത്രയാണ്? എത്ര രൂപയുടെ
ഗുഡ്സാണ് അബ്നോർമൽ വേസ്റ്റേജ് ആയിട്ട് പോയത്. അതെങ്ങനെ അറിയുക? ഒരു യൂണിറ്റിന് കോസ്റ്റ് 105 ആണെങ്കിൽ അബ്നോർമൽ വേസ്റ്റേജ് വന്നത് 100 യൂണിറ്റാണ്. അപ്പോൾ 100 യൂണിറ്റ് ഇൻറ്റു 105 10,500,000 ആണ് എന്ത് അബ്നോർമൽ വേസ്റ്റേജിൻ്റെ വാല്യൂ. Value of abnormal wastages 10,500 should be recorded separated in the statement of profit and loss. Profit and lossൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഓരോ മിസ്ലേനിയസ് പ്രോബ്ലംസ് എന്നാണ് ഇതിന് പറയുക. അതായത് ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചാണ് എന്താ കാണേണ്ടതെന്ന് പറയുന്ന സമയത്ത് ആ വിധത്തിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കണക്കാക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത നോക്കൂ, ഇല്ലുസ്ട്രേഷൻ 7. എ ലിമിറ്റഡ് സപ്ലൈസ് യു വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് എ ലിമിറ്റഡ് ഓഫ് റോ മെറ്റീരിയൽ 600 kg തന്നു. ഫിനിഷ്ഡ് ഗുഡ് 400 kg ഉണ്ടായിരുന്നു. ദെൻ പർച്ചേസ്ഡ് പ്രൈസ് പെർ kg എന്ന് പറയുന്നത് 18 രൂപയാണ്. ലേബർ ചാർജ് 200 രൂപ. ഫിക്സഡ് ഓവർ ഹെഡ് 36,000. സെയിൽസ് 7,000. സെല്ലിംഗ് പ്രൈസ് 36. നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 12,000. ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ ആണെങ്കിൽ 750 kg. ഫിനിഷ്ഡ് ഗുഡ്സ് 600 kg. ഡ്യൂ ടു ദ പ്രയർ പ്രൈസ് കൺട്രോൾ ബൈ ദ ഗവൺമെൻറ്, company can sell the finished good products at 25 per kg at the end of the month. At the same time, the company can purchase raw materials at rupees 17 at the end of the month. Calculate the value of inventory. Value of inventory കാണാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. 1 കിലോ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 18 രൂപയാണ്. ലേബർ ചാർജ് 43,200 ആയിട്ടുണ്ട്. ഫിക്സഡ് ഓവർ ഹെഡ് അതായത് ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് 36,000 ചിലവായി. 7,000 കിലോ സെയിൽ നടന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ആണ്. പർച്ചേസ് പ്രൈസ് എത്രയായിരുന്നു? 18 ആയിരുന്നു. സെല്ലിംഗ് പ്രൈസ് 36 ആണ്. നോർമൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 12,000 കിലോ ആണ്. അപ്പം അങ്ങനെയെങ്കിൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി കാണണം. അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി തന്നിരിക്കുന്നത് ഗവൺമെൻറ് കൺട്രോൾ പ്രകാരം ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 25 രൂപയായിട്ടുണ്ട്. ദെൻ റോ മെറ്റീരിയൽസ് അറ്റ് ദ സെയിം ടൈം റോ മെറ്റീരിയൽസ് അവർക്ക് 17 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തന്നിട്ടില്ല. ഇറ്റ് മേ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എത്ര പ്രൊഡക്ഷൻ ചെയ്യണമെന്നാണ്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഫോർമുലയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് സെയിൽസ് പ്ലസ്, അതായത് സെയിൽ ചെയ്ത് പോയത് നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. അപ്പോൾ അത് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാലോ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്കാണ്. അപ്പോൾ ഈ വർഷം എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വർഷം ലാസ്റ്റ് ഇരിക്കുന്ന സ്റ്റോക്കിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ സ്റ്റോക്ക് മൈനസ് ചെയ്ത് കളയണം. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്യുക. 7,000 + 600 - 400 7,200 kg എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ. ദെൻ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ kg നോക്കൂ. പർച്ചേസ് കോസ്റ്റ് ഈ 7,200 രൂപയ്ക്കുള്ള ഗുഡ്സിന് 7,200 കിലോയ്ക്ക് പർച്ചേസ് കോസ്റ്റ് എത്രയാണ് വരിക നോക്കുക? 18 രൂപ. ഇതെങ്ങനെയാണ്? ആദ്യം പർച്ചേസ് കോസ്റ്റ്, പിന്നെ ലേബർ കോസ്റ്റ്, ഫിക്സഡ് ഓവർ ഹെഡ്, ഇതിനൊക്കെ ചില കോസ്റ്റ് ഷീറ്റ് പ്രകാരമുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ കോസ്റ്റ് ഷീറ്റൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന മിസ്ലേനിയസ് പ്രോബ്ലത്തിൻ്റെ ആൻസർ എങ്ങനെയോ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, പർച്ചേസ് കോസ്റ്റ് 7,200 × 18. ദെൻ ലേബർ കോസ്റ്റ് എഴുതുക. ദെൻ ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 36,000 രൂപയാണ് ഫിക്സഡ് ഓവർ ഹെഡ് പറഞ്ഞിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ 12,000, അതായത് 12,000 ആണ് നോർമൽ കപ്പാസിറ്റി ഇൻറ്റു സെയിലല്ല പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് 7,200 kg ആണ്. അത് അങ്ങനെയാണ് ഫിക്സഡ് ഓവർ ഹെഡ് അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. 21,600 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായി. ഇനി ഈ 1,94,400 എന്നുള്ളത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റായി എന്ന് നോക്കണമെങ്കിൽ 1,94,400 ഡിവൈഡഡ് ബൈ 7,200. 7,200 പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ആ 7,200 എത്ര എമൗണ്ട് കോസ്റ്റായി എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ വരുന്നുണ്ട്? 27. ഇനി
27 റുപ്പിയാണ് കോസ്റ്റ്. ഇനി നോക്കൂ നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് ഇപ്പോൾ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇന്ന് എത്രയാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത്? 25 ആണല്ലേ, 25 ആണ്. നോക്കൂ, ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ സെയിൽ ചെയ്യാൻ പറ്റുന്ന നെറ്റ് റിയലൈസബിൾ വാല്യൂ, സെല്ലിംഗ് വാല്യൂ തന്നെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ കേട്ടോ, റിയലൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. അപ്പോൾ എത്ര രൂപയാണ്? 25 റുപ്പിയാണ്. അപ്പോൾ 27 കൊടുത്ത് അല്ലെങ്കിൽ 27 കോസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത ഐറ്റത്തിന് നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 25 ആണല്ലേ. അപ്പോൾ ഇൻ ദിസ് കേസ് NRV ഈസ് ലെസ് ദാൻ കോസ്റ്റ്. NRV എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ ചെറുതാണ്. ഇൻവെൻട്രി ഷുഡ് ബി വാല്യൂഡ് അറ്റ് NRV ആൻഡ് നോട്ട് അറ്റ് ദ കോസ്റ്റ്. ബിസൈഡ്സ് റോ മെറ്റീരിയൽ ഷുഡ് ഓൾസോ ബി വാല്യൂഡ് അറ്റ് NRV. ഇൻ ദിസ് കേസ് NRV ഈസ് replacement cost which is 17 per kg. Thus value of inventories may be calculated as below. അപ്പോൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ NRV 25 രൂപയും കോസ്റ്റ് 27 രൂപയാണ്. അപ്പോൾ മെറ്റീരിയൽ NRVയിലല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ NRVയിൽ എടുത്താലാണ് നമ്മൾ ഈ NRV വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, 17 രൂപ എന്നുള്ള അറ്റ് ദ എൻഡ് ഓഫ് ദ മന്തിൽ റോ മെറ്റീരിയലിന് പർച്ചേസ് ചെയ്യേണ്ട പ്രൈസ് എന്ന് പറഞ്ഞാൽ 17 രൂപയാണ്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് അതിൻ്റെ വാല്യൂ, ഇൻവെൻട്രിയുടെ വാല്യൂ കണക്കാക്കുന്നത് 17 രൂപയ്ക്കാണ്, റിയലൈസബിൾ വാല്യൂവിനല്ല. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ ഇൻവെൻറ്ററി അതായത് 750 ആണ്. 750 ഇൻറ്റു 17, 750 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. പക്ഷേ ഏത് വാല്യൂവിൽ, ഏത് കോസ്റ്റിൽ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ 25 എടുക്കാൻ പറ്റില്ല, കാരണം അത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. മെറ്റീരിയൽസ് ഒന്നും റിയലൈസബിൾ വാല്യൂവിലല്ല റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അടുത്ത വാല്യൂ എടുത്തത്. അതായത് കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് 17 രൂപയാണ് കോസ്റ്റ് എന്ന് ടെക്സ്റ്റിൽ തന്നതുകൊണ്ട് തന്നെ ഫിനിഷ്ഡ് ഗുഡിനും അതേ വാല്യൂ എടുത്തു. റോ മെറ്റീരിയലിന് റിയലൈസബിൾ വാല്യൂ എടുക്കാത്തത് കൊണ്ട് തന്നെ റോ മെറ്റീരിയലിന് ആ കോസ്റ്റ് എടുത്തു 750 ഇൻറ്റു 17 എന്ന്. പക്ഷേ ഫിനിഷ്ഡ് ഗുഡിന് റിയലൈസബിൾ വാല്യൂ എടുത്തു. അങ്ങനെയാണ് 750 ഇൻറ്റു 17 12 750യും വാല്യൂ ഓഫ് ഫിനിഷ്ഡ് ഗുഡ് ആണെങ്കിൽ 600 ഇൻറ്റു 25 എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യുന്ന പ്രൈസാണ്. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 600 ഇൻറ്റു 25 15,000. ഇല്ലുസ്ട്രേഷൻ 8 കൂടി നോക്കാം നമുക്ക്. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ശങ്കർ ഇമ്പോർട്ട്സ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2020 ആണ് തന്നിട്ടുള്ളത്. എൻഡിങ് ഇൻവെൻറ്ററി 75,000 ഓവർ സ്റ്റേറ്റ് ചെയ്തതാണ്. റെൻ്റ് എക്സ്പെൻസ് അണ്ടർ സ്റ്റേറ്റ് ചെയ്തതാണ് 45,000, അതായത് വില കുറച്ച് കാണിച്ചത്. മറ്റേത് വില കൂടി കാണിച്ചതാണ് ഇൻവെൻറ്ററി. ബൈ വാട്ട് എമൗണ്ട് വിൽ ബി ദ പ്രീ ടാക്സ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2020 ബി ഓവർ സ്റ്റേറ്റഡ് ഓർ അണ്ടർ സ്റ്റേറ്റഡ് ഇഫ് ദീസ് എറേഴ്സ് ആർ നോട്ട് കറക്റ്റഡ്. ഈ എറേഴ്സ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ടാക്സബിൾ പ്രീ ടാക്സ് പ്രോഫിറ്റ്, അതായത് ടാക്സ് കൊടുക്കുന്നതിനുള്ള മുൻപുള്ള പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റ് ആവുമോ അണ്ടർ സ്റ്റേറ്റ് ആവുമോ, അതായത് കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എന്താ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രത്യേകതരം പ്രോബ്ലമാണ്. മിസ്ലേനിയസ് പ്രോബ്ലത്തിലെല്ലാം എങ്ങനെയാണോ ആൻസർ ചെയ്തിട്ടുള്ളത് അത് നോക്കി വയ്ക്കുക, അതുപോലെ എക്സാമിന് ചോദിച്ചാൽ ചെയ്യുക. ദ എൻഡിങ് ഇൻവെൻറ്ററി ഈസ് ഓവർ സ്റ്റേറ്റഡ്. അപ്പോൾ 75,000 രൂപയ്ക്ക് കൂടുതലാണ് ഇൻവെൻറ്ററി കാണിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അണ്ടർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് റിസൾട്ട് ഇൻ പ്രീ ടാക്സ് പ്രോഫിറ്റ് ബീയിങ് ഓവർ സ്റ്റേറ്റഡ് ബൈ 75,000. അതായത് ഇൻവെൻറ്ററി 75,000 കൂടി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതിൽ അണ്ടർ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീ ടാക്സ് പ്രോഫിറ്റ് 75,000 കൂടുതലുണ്ടാവും. അത് കൂടാതെ എക്സ്പെൻസ് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് 45,000. അപ്പോൾ പ്രീ ടാക്സ് പ്രോഫിറ്റും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ എക്സ്പെൻസ് കുറച്ചു എന്ന് പറയുമ്പോൾ അതിനും കൂടിയുള്ള എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട പ്രോഫിറ്റിലുണ്ടാവും. ഓക്കെ, പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടാവില്ല എക്സ്പെൻസ്, കാരണം എക്സ്പെൻസ് 45,000 കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി ടാക്സ് അറിയണം. അപ്പോൾ ഇപ്പം മനസ്സിലാക്കുക, അടുത്തൊരു ഇൻകം ടാക്സ് എന്നുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, ഇൻഡ് AS 12, അതിൽ നമുക്ക് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ എന്നുള്ളൊരു ഭാഗം പഠിക്കാം. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവും കേട്ടോ.
അപ്പോൾ ഹെൻസ് പ്രീ ടാക്സ് പ്രോഫിറ്റ്സ് ഓവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ് ഈക്വൽ എമൗണ്ടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ എമൗണ്ട് ഓവർ സ്റ്റേറ്റ് ആവും. അതായത് ഈ രണ്ട് എമൗണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് കൂടുതൽ തന്നെയായിരിക്കും എന്തിൽ, പ്രീ ടാക്സ് പ്രോഫിറ്റിൽ. ഓക്കെ, ടാക്സ് കൊടുക്കുന്നതിനുള്ള പ്രോഫിറ്റിൽ, കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിൽ ഈ രണ്ട് എമൗണ്ടും എക്സസ് ആയി തന്നെ കാണും, അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ് ആയി തന്നെ കാണുമെന്നുള്ളതാണ്. ഓക്കെ.